പ്രോഗ്രാമിംഗ് ആദ്യമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ബേസിക് കോഴ്സാണ് ഈ വീഡിയോ മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് PHP, ജാവാസ്ക്രിപ്റ്റ്, CSS, പിന്നെ MySQLൻ്റെ കുറച്ച് ബേസിക്സ്. MySQL ഡാറ്റാബേസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ കോഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു നന്നായിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കണം, പ്രോഗ്രാമിംഗ് എനിക്ക് കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പഠിപ്പിക്കുന്നതും അതേപോലെ തന്നെയാണ്, ബേസിക് വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബേസാക്കി നിങ്ങൾക്ക് പല പ്രോഗ്രാമിങ്ങും പഠിക്കാവുന്നതാണ്. അപ്പോൾ അധികം ഞാൻ നീട്ടുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഇതിൽ ഞാൻ പറഞ്ഞു HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, PHP ഇങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം ഇത് ചെയ്യുമ്പോൾ ഞാനൊരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയണം, വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയണം. അപ്പോൾ ബേസിക്കായിട്ട് ഇപ്പം എല്ലാവർക്കും സ്മാർട്ട് ഫോണും ഉണ്ട്, മൊബൈൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബ്രൗസറൊക്കെ യൂസ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ പ്രോഗ്രാം പഠിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും സിസ്റ്റം മേടിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിൽ ഉള്ള ചെറിയ ചെറിയ ബേസിക് ഫങ്ഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ കോൺഫിഗർ ചെയ്യാം, പിന്നെ ബ്രൗസർ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ബ്രൗസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത് PHP ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. കണ്ടോ, ഇതൊരു ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്നു, റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഗൂഗിൾ ഒരു സെർവറായിട്ട് ആക്ട് ചെയ്യുന്ന നമ്മളൊരു ക്ലയൻറ്റാണ്. നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവരിങ്ങോട്ട് ആൻസർ തരുന്നു. അത് ഏതാണെങ്കിലും ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് മാത്രമല്ല, വേറെ ഏത് പ്രൊവൈഡർ ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നു, അപ്പോൾ അവർ ലോഗിൻ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഫുള്ള് പോസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് ആ ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു ബേസിക് ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതൊക്കെ ഒരു ബ്രൗസറുള്ള ഈ റെസ്പോൺസൊക്കെ HTML പേജസ് ആയിട്ടാണ് സാധാരണ തരാറ്. അപ്പോൾ നമ്മളൊരു ബേസിക് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അധികം തിയറി ഇല്ല, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് മാത്രമാണ് ചെയ്യുന്നുള്ളത്. തിയറി നിങ്ങളതായിട്ട് രീതിയിൽ പഠിക്കേണ്ടി വരും. കാരണം പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടെങ്കിൽ തിയറി എന്തായാലും പഠിക്കാം. തിയറി പഠിച്ചെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട് പറ്റണമെന്നില്ല. ഇതിന് പ്രോഗ്രാമർക്ക് ഫസ്റ്റ് വേണ്ടത് ലോജിക്കാണ്, എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. ആ ലോജിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. അതുപോലെ തന്നെ ബേസ് ആയിട്ടുള്ള ഒരു അടിത്തറയും കൂടി ഉണ്ടാവണം. ഒരാൾ പെട്ടെന്നൊരു ഫ്രെയിം വർക്കിലോട്ട് കയറുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ HTML, ജാവാസ്ക്രിപ്റ്റും CSS ഒക്കെ വെച്ചിട്ടാണ് പരിപാടി ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഓരോ ലാംഗ്വേജാണ്, ആ ലാംഗ്വേജ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സാധാരണ നോട്ട് പാഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നോട്ട് പാഡ് ബേസിക്കാണ്. നോട്ട് പാഡ്, വേർഡ് പാഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു HTML പേജ് ഇതിലൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ HTML ടാഗ് വേണം. ഇതൊക്കെ ഒരു ടാഗ് കൺസെപ്റ്റാണ്. ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ലെസ് ദാൻ സിമ്പിളും ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതൊരു ടാഗ്, ഇതാണ് ടാഗ്. ഇത് പ്രീ ഡിഫൈൻഡ്, അതായത് മുമ്പേ പറഞ്ഞു വെച്ച ടാഗാണ്. ഇതിനകത്ത് ഇതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടാഗും ഉണ്ടാവും. ഇത് ഓപ്പണിങ്ങും ഇത് ക്ലോസിങ്ങുമാണ് ടാഗ്. ഓക്കെ, HTML ഓപ്പണിംഗ് ടാഗ്, HTML ക്ലോസിംഗ് ടാഗ്. ഇതെനിക്ക് വേണമെങ്കിൽ എൻ്റെ പേരിലും കൊടുക്കാം. ഞാൻ ഷോർട്ടാക്കി /X. ഇതൊരു ടാഗ് X എന്നാണ്. ആ ടാഗ് ക്ലോസ് ചെയ്തു സ്ലാഷ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ടാഗ് കൺസെപ്റ്റാണ് സാധാരണ HTML വരാറ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ടാഗിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഹലോ വേൾഡ് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ട് സേവ് ചെയ്യുന്നത്
ഞാനിപ്പോൾ ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്ത് ഡോക്യുമെൻറ്റ്സിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി HTML ക്ലാസ്. എന്നിട്ട് ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്യണം. ഒരു ഫയൽ നമ്മൾ സാധാരണ സേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ .txt ആയിട്ടാണ്. അതല്ല ഒരു പോർട്ടബിൾ ഡിവൈസ്, അതായത് PDF .pdf ആണ്. അതേപോലെ ഇമേജിൻ്റെ കേസ് എടുക്കാൻ .jpg ഉണ്ട്, JPG ഉണ്ട്, PNG ഉണ്ട്, GIF ഉണ്ട്, അങ്ങനെ ഓരോ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഈ HTML-നെയും അറിയാൻ വേണ്ടിയിട്ട് HTML ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് .html. അപ്പോൾ നമ്മുടെ ഫയലിൻ്റെ പേര് test.html. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഒന്നുകൂടി എടുക്കാം. ഒരു മിനിറ്റ്. ഡോക്യുമെൻറ്റ്സിനകത്ത് HTML ക്ലാസ് ടെസ്റ്റ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്ത നോട്ട് പാഡാണ്. ഓക്കെ, നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു, സേവ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് റൺ ചെയ്യണം. റൺ ചെയ്യുന്നത് എങ്ങനെ? ഡയറക്റ്റ് ആ ഫോൾഡറിലോട്ട് പോവാം. ഡോക്യുമെൻറ്റ്സ് HTML ക്ലാസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ HTML-ലേക്ക് റൺ ചെയ്തു. അല്ലെങ്കിൽ ഇത് അങ്ങനെ വരുന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓപ്പൺ വിത്ത് ഏതെങ്കിലും ബ്രൗസറോ അങ്ങനെ എടുത്താലും മതി, പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം എടുത്ത് ഡയറക്റ്റ് HTML പേജ് റണ്ണായി. ഇതിൽ വ്യൂ പേജ് സോഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് പേജ് സോഴ്സ് ആണ്. ഇതിന് കണ്ടൻറ്റ് എന്താണ് അറിയാൻ വേണ്ടി. ഇത് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതൊരു ടെക്സ്റ്റാണെന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ സേവ് ചെയ്തു, .html ആക്കി. അതിൻ്റെ HTML റൺ ചെയ്തു. റൺ ചെയ്തെന്ന് പറഞ്ഞാൽ ബ്രൗസറിലാണ് റൺ ചെയ്തത്. നമ്മൾ സാധാരണ HTML പേജെല്ലാം ബ്രൗസറിലാണ് റൺ ചെയ്യാറ്, അല്ല ഡയറക്റ്റ് റൺ ചെയ്യാറില്ല. ഇതൊക്കെ ബ്രൗസറിലാണ് റൺ ചെയ്യുക. അപ്പോൾ ബ്രൗസറിൽ തന്നെ ആ HTML പേജ് ഞാൻ റൺ ചെയ്തു. അപ്പോൾ HTML പേജ് ആകുന്ന സമയത്ത് HTML ടാഗ് ഉപയോഗിക്കാം, .html ഉപയോഗിക്കാം, അല്ലെങ്കിൽ HTM ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഓക്കെ, ആ ഒരു HTML പേജ് നിങ്ങൾ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതുക, ജസ്റ്റ് HTML സേവ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യുക. സംഭവം റെഡിയായി, HTML പേജ് ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലായി .html എന്ന് പറയുമ്പോൾ അതൊരു HTML പേജാണെന്ന് മനസ്സിലായി. അവിടെ ബ്രൗസർ അത് HTML പേജായിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പം ഒരു HTML പേജിൽ നമുക്കിപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് PHP സെർച്ച് ചെയ്തപ്പോൾ കണ്ടോ ഓരോ ടെക്സ്റ്റ് വലുതായിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്, സബ് ലിസ്റ്റായിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇമേജ് വലുതാവുന്ന, ഇമേജ് പിന്നെ ചെറുതാവുന്നുണ്ട്. അങ്ങനെ പല ഇത് ക്ലിക്ക് ചെയ്യുമ്പം വേറൊരു പേജിലോട്ട് പോകുന്നുണ്ട്. ക്ലിക്കിംഗ് എഫക്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ HTML പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കോഡിനെ കുറിച്ച് അറിയണം. ഇപ്പോൾ നമ്മൾ ചെയ്തത് വെച്ചാൽ ഒരു HTML ഫയൽ ഉണ്ടാക്കി മാത്രമേ ഉള്ളൂ. ആ HTML ഫയൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതി അതൊക്കെ വന്നു, നമ്മൾ എഴുതിയ സാധനമൊക്കെ വന്നു. അതൊരു ടെക്സ്റ്റായിട്ടാണ് വന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഈ ഹലോ വേൾഡ് തന്നെ ഒരു കുറച്ചും കൂടി ബോൾഡായിട്ട് വരണമെന്ന് വെച്ചു. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ B ടാഗ്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള B ടാഗ് എഴുതി. എന്നിട്ട് ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് എഴുതി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ HTML പേജ് റിഫ്രഷ് ചെയ്യാം. കണ്ടോ ഇത് ബോൾഡായി, കുറച്ചും കൂടി ബോൾഡായി. അപ്പോൾ ഇതിന് വ്യൂ പേജ് സോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ B ടാഗിൻ്റെ അകത്ത് ഹലോ വേൾഡ് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ടാഗാണല്ലോ, ടാഗ് കൺസെപ്റ്റാണ് HTML പറയുന്നത്. അപ്പോൾ ആ B ടാഗിൻ്റെ അകത്താണ് എഴുതിയതുകൊണ്ട് ഇത് ബോൾഡായി വന്നു. B ടാഗ് ബോൾഡിലുള്ളതാണെന്ന് ഓർത്ത് വെക്കാം. അതേപോലെ ഞാൻ എൻ്റെതായ രീതിയിൽ അക്സ് എന്നുണ്ട് എഴുതി വെച്ചോ, അക്സ് ക്ലോസ് ചെയ്യും. എന്തായാലും ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗ് ക്ലോസ് ചെയ്യണം. ഒന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും പറയാണ്ട് വേണമെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പറയാണ്ട് ക്ലോസ് ചെയ്യാം. അത് രണ്ട് രീതി ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അത് പറയുന്നില്ല, ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു, സേവ് ചെയ്തു. എന്നിട്ടൊന്ന് പേജ് സോഴ്സ് റിഫ്രഷ് ചെയ്യുമ്പോൾ അക്സ് വന്നു. ഇവിടെ ഇത് വന്നപ്പോൾ ഒന്നുമില്ല. സംഭവം എന്താ, ഈ അക്സ് ടാഗിനായിട്ടുള്ള ഒരു സംഭവം അവിടെ പറഞ്ഞിട്ടില്ല. അക്സ് എനിക്ക് മാത്രമേ അറിയുള്ളൂ, എൻ്റെ പേരിലെ ഷോർട്ടായിട്ടുള്ള ടാഗാണെന്ന് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഈ ബ്രൗസറിന് അറിയില്ല അത് HTML കണ്ടൻ്റ് ആണോ.
എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഹലോ വേൾഡ് മാത്രം, ഹലോ വേൾഡിൻ്റെ സ്പെല്ലിങ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക. ഹലോ വേൾഡ് മാത്രം പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആലോചിക്കേണ്ടത് ബി ടാഗാണ് ബോൾഡ് ചെയ്യാൻ വേണ്ടി, അതേപോലെ ബി ടാഗാണ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഒന്ന് ആലോചിക്കുക, ബോൾഡ് ചെയ്തു. അതേപോലെ ഇതിൽ വേറെയും ടാഗ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഒരു ടാഗ് നിങ്ങൾ പഠിച്ച് ബി ടാഗ്, അതേപോലെ H1 ടാഗ് ഉണ്ട് ഹെഡിങ് കൊടുക്കാൻ വേണ്ടി. ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. H1 ടാഗ് ഉണ്ട്, അത് H1 ഓപ്പൺ ചെയ്ത് H1 ക്ലോസ് ചെയ്ത്, കണ്ടോ ഒരു ഹെഡിങ് നമ്മൾ ചെയ്ത ഹെഡിങ് വന്ന്. ഇത് H6 വരെ ഉണ്ടെന്നാണ് എനിക്കൊരു ഓർമ്മ. എന്തുവാട്ടെ അത് നമുക്ക് നോക്കാം. ഇത് H2 പറഞ്ഞാൽ അതിനേക്കാളും കുറച്ച് ചെറുതാവും. അങ്ങനെ അങ്ങനെ താഴെ പോലും. H3 ആണെങ്കിൽ താഴോട്ട് വരും, കണ്ടോ. ഇത് പല H3, H4, H5, H6 വരെ ഉണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഇതൊരു ഹെഡിങ് ടാഗാണ്. ബോൾഡ് ടാഗ് പഠിച്ചു, ഹെഡിങ് ടാഗ് പഠിച്ചു. അതേപോലെ പി ടാഗ് ഉണ്ട്. പി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ടാഗാണ്. ഒരു പാര പറയാൻ വേണ്ടി പാരഗ്രാഫ് ടാഗ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ടാഗ് നമ്മളിവിടെ പറഞ്ഞു. ബോൾഡ് പറഞ്ഞു, പാരഗ്രാഫ് ടാഗ് പറഞ്ഞു, H1 ടാഗ്. അപ്പം ഇത് ഓർത്ത് വെക്കണം എന്നില്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടെ HTML ടാഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ടാഗ്സ് കിട്ടും. ഇഷ്ടംപോലെ ടാഗ് അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാഗ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ബി ടാഗ് നമ്മൾ പറഞ്ഞു ബോൾഡ് ആക്കാൻ വേണ്ടി. പിന്നെ എ ടാഗ് ഉണ്ട്, ഞാൻ പറയാം. ഇപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യേണ്ട ടാഗ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതേ ഇതിൽ തന്നെ ലിസ്റ്റ് വേണമെങ്കിൽ പറയാം. പി ടാഗ് ഒരു പാരഗ്രാഫ് ടാഗ് എന്ന് ഞാൻ പറഞ്ഞു. ഓരോ പാര നമുക്ക് പി ടാഗിൽ പറയാം. ഇൻ കേസ് നമുക്ക് ലിസ്റ്റാണ് വേണ്ടെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. ULLI ടാഗ് /li അത് UL ക്ലോസ് ചെയ്തു. ഒരു ലിസ്റ്റാണ്, നമുക്കൊരു ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ULൽ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 2 ലിസ്റ്റ് ഉണ്ട്. അതായത് 2 അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. ഓർഡേർഡ് അല്ല, അൺഓർഡേർഡ്. അൺഓർഡേർഡ് എന്ന് പറയുമ്പോൾ ഈ ഡോട്ട് ഇട്ടായിരിക്കും വരിക. ഡോട്ട് നമുക്ക് മാറ്റാൻ പറ്റും, അത് നമുക്ക് പിന്നെ നോക്കാം. ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് എഴുതാം. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ മുകളിൽ ഒരു പാര വേണമെങ്കിൽ, ഒരു പാരഗ്രാഫ് വേണമെങ്കിൽ P/P ഫോളോവിങ് എന്നൊരു സംഭവം ഞാൻ കൊടുത്തു, കണ്ടോ. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ലിസ്റ്റ് വന്നു. ഇതൊരു അൺഓർഡേർഡ് ലിസ്റ്റാണ്. ഇൻ കേസ് ഓർഡേർഡ് ലിസ്റ്റ് വ്യത്യാസം നോക്കിയോ, OL എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു, കണ്ടോ. 1 2 3 വന്നു. ബുള്ളറ്റ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമ്പേഴ്സ് വന്നു. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് വന്നു. അത് ലിസ്റ്റിൻ്റെ കേസ് ഉണ്ട്. പിന്നെ ഒരു കേസ് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ ബേസിക് ടാഗ്സ് മാത്രമേ പറയും, നമുക്ക് പഠിക്കാനുള്ള ബേസിക് ടാഗ്സ് മാത്രം. ഹലോ ഒരു BR ഹായ് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചോ. ഒരു BR ഹായ്. BR എന്ന് ബ്രേക്ക് ദ ലൈനാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ BR ഇവിടെ കൊടുത്തില്ല, ഹലോ സ്പേസ് BR കൊടുത്തില്ല, സേവ് ചെയ്തു, ഒന്നിച്ചു വന്നു. BR കൊടുത്തപ്പോൾ ന്യൂ ലൈനിലോട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതേപോലെ BRന് പകരം ഇപ്പം ഞാനിപ്പോൾ ഹലോ ഹായ് ഒരു സ്പേസ് ഉണ്ട്, ഒന്നും കൂടി സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ NBSP ഫുൾ കോളുണ്ട്. ഒരു സ്പേസ് എക്സ്ട്രാ, എത്ര സ്പേസ് വേണം നമുക്ക് ആഡ് ചെയ്യാം. ഒരു ടാബ് കൊടുക്കുന്നുണ്ട്. അതാ ഇതിൽ നമുക്ക് ഇനി സ്പേസ് ആഡ് ചെയ്തുകൊണ്ട് പോവാം. ഹലോ കഴിഞ്ഞിട്ട് എത്ര സ്പേസ് വേണം, കണ്ടോ സ്പേസ് NBSP. ഇത് സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ചെറിയ ചെറിയ ടാഗ്സ്. പിന്നെ ഉള്ളത് LI പറഞ്ഞു, പാരഗ്രാഫ് ഞാൻ പറഞ്ഞു.
നമുക്ക് ആവശ്യമുള്ള മാത്രം മതി. കാരണം നമ്മുടെ ബേസിക് ക്ലാസ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ബേസിക് ക്ലാസ്സിനുള്ള സംഭവം മാത്രം മതി. ഒന്ന് നമുക്കിതിൽ ടേബിളിനെ കുറിച്ച് പറയാം. അപ്പോൾ നേരത്തെ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ലിസ്റ്റ് UL ടാഗ് പറഞ്ഞു. അതേപോലെ ടേബിൾ എന്നൊരു ടാഗ് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ /ടേബിൾ വെച്ച് ക്ലോസ് ചെയ്യണം. ഓരോ ടേബിളിലെയും TR ആണ് റോ എന്നുള്ളത്. ടേബിൾ റോ /ടേബിൾ റോ. TR ടേബിളിന് റോ. ആ ടേബിൾ റോൻ്റെ അകത്ത് ടേബിൾ കോളം വേണം. TH ഹെഡിങ് ആണ്. /TH ഒരു ID ഹെഡിങ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ TH /TH നെയിം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഡ് ഇങ്ങനെ വരും. ഇത് കണ്ടോ, ഒരു ID നെയിം വന്നിട്ടുണ്ട് ബോൾഡായി, ടേബിൾ ഹെഡിങ് കൊടുത്ത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു റോ കൊടുക്കാം. /TR ഇതിൽ TD ഓരോ കോളം TD വെച്ചിട്ട് പറയാം. /TD 1 അക്ഷത. അലൈൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടാബ് ഉപയോഗിക്കുക. ഓക്കെ, TR 1 പറഞ്ഞു. നെക്സ്റ്റ് ഒരു റോ കൂടി പറഞ്ഞു, T2. ഓക്കെ, കണ്ടോ, റോ വൈസും കോളം വൈസുള്ള കൺസെപ്റ്റ് ടേബിളിൻ്റെ. ഇതൊന്ന് ചെറിയൊന്ന് നോക്കി വെക്കാം. അതേപോലെ തന്നെ ഈ ടേബിൾ കേസ് ഒന്ന് ഓർത്ത് വെക്കുക. വേറൊന്ന് പറഞ്ഞാൽ ഡിവ് നമുക്കൊരു നോക്കേണ്ട ആവശ്യമുണ്ട്. ഡിവ് പറഞ്ഞാൽ ഒരു പേജിനെ ലോജിക്കലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് അടിക്കാം. എന്നാൽ ഡിവ് ഒന്ന് ഓർത്ത് നോക്കാം. ഡിവ് ഞാൻ ഇവിടെ ഹലോ, പിന്നെ ഒരു ഡിവിൽ ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ബ്രേക്ക് ചെയ്തിട്ട്, അതായത് പേജ് ബ്രേക്ക് ചെയ്തിട്ടാവുന്നില്ല, രണ്ടും രണ്ട് വ്യൂവിലാണ് വരുന്നത്. ഓക്കെ, ഒരു പേജിൽ ഒരു മൊത്തത്തിലുള്ളൊരു പേജിനെ രണ്ടായി കഷ്ണാക്കി എന്ന കൺസെപ്റ്റിലായിരിക്കും നമുക്ക് ഒരു ലോജിക്കലി നമുക്കൊരു പേജിനെ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഡിവ് ഉപയോഗിക്കുന്നത്. പിന്നെ ഐ-ഫ്രെയിം പലതും ഉണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇതിൽ ഇത്രയും സാധനമുണ്ട്. അപ്പോൾ ഇത് ഡിഫൈൻസ് ദാറ്റ് നോർമൽ ടെക്സ്റ്റ് ആർട്ടിക്കുലേറ്റഡ് സ്റ്റൈൽ ഡിഫറെൻറ്റ്, അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ പോട്ടെ. അത് വേണമെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പഠിക്കാം. HTML ടാഗ്സ്. കാരണം നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട സമയത്ത് മാത്രം ടാഗ് യൂസ് ചെയ്യാം. നമുക്ക് ടാഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓരോ ടാഗ് ഉണ്ടെന്നാണ്. ഡിവ് മെയിനായിട്ടുള്ള ഞാൻ പറഞ്ഞു, ടേബിൾ ടാഗ് പഠിക്കാം, ഡിവ് പഠിക്കാം. അതേപോലെ തന്നെ ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റിനെ കുറിച്ച് പഠിക്കാം. പിന്നെയുള്ളത് IMG ടാഗ് ഉണ്ട്. ഇമേജിന് ടാഗ് ഉണ്ട്. IMG ഇമേജ് കൊടുക്കാനുള്ള ടാഗ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ A ടാഗ് ഉണ്ട്, ആങ്കർ ടാഗ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഞാൻ h1/h1 ഹലോ വേൾഡ്. ഓക്കെ, ഇതാണ് HTML പേജ്. ഹലോ വേൾഡ് നേരത്തെ പറഞ്ഞ തന്നെ ഒരു h1 ടാഗിൻ്റെ അകത്ത് പറഞ്ഞു. ഇനി ഈ നോട്ട് പാഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കോഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കോഡ് കൂടുന്നതനുസരിച്ച് ഞാൻ നേരത്തെ അലൈൻ ചെയ്യുന്നതും കാര്യങ്ങളും നമുക്ക് കാണാനും എല്ലാം വിഷ്വലി ഒരു ഭയങ്കര പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നോട്ട് പാഡിൽ ചെയ്യുന്നേക്കാളും നമുക്ക് പല എഡിറ്റേഴ്സും ഉണ്ട്. നോട്ട് പാഡ് പോലെ തന്നെ പല എഡിറ്റേഴ്സും ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വെച്ചിട്ട് ഇത് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫയൽ ഓപ്പൺ
ഞാൻ നേരത്തെ ഫയല് ഡോക്യുമെൻറ്റ്സ് അകത്ത് HTML ക്ലാസ്സിൻ്റെ അകത്ത് ഫോൾഡറിൻ്റെ അകത്ത് ഫോൾഡറൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചു. എന്താ ഇത് നമുക്ക് കുറച്ചും കൂടി കാണാൻ എളുപ്പമാണ്. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി, ബാക്കി ഇവർ തന്നെ ചെയ്തോളും. അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തോളും. അപ്പോൾ അത് നോക്കാം, അത് വഴിയെ നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച്. ഇതൊരു എഡിറ്ററാണെന്ന് മാത്രം ഇപ്പോൾ ആലോചിച്ചാൽ നമ്മൾ നേരത്തെ നോട്ട് പാഡിൽ ചെയ്തു, ഇതിപ്പോൾ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു HTML സാധാരണ ചെയ്യുമ്പോൾ HTML ആണെങ്കിൽ HTML ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ H1 പറഞ്ഞത് ടാഗിൻ്റെ അകത്തല്ല. അതേപോലെ HTML ഫോർമാറ്റ് വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിലും പറയാൻ പറ്റും, അത് നമ്മളിപ്പോൾ ചെയ്തത് അങ്ങനെ തന്നെയല്ലേ. ജസ്റ്റ് ഒന്ന് HTML ടാഗിൻ്റെ അകത്ത് വേണം നമുക്ക് പറയാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒരു HTML ഇപ്പോൾ തൽക്കാലത്ത് HTML മതി. HTML ടാഗ് അതിൻ്റെ അകത്ത് വേണം നമുക്ക് പറയാൻ വേണ്ടി. അപ്പോൾ ഈ HTML ടാഗ് ഞാൻ ഫസ്റ്റ് പൊസിഷനിലിട്ടു, സെക്കൻഡ് തേർഡ് HTML ക്ലോസ് ചെയ്തു. അപ്പോൾ HTML ടാഗിൻ്റെ അകത്ത് വേണം നമുക്ക് HTML ഇത് പറയാൻ വേണ്ടി. അതേപോലെ തന്നെ ഇതിലൊരു ബോഡി എന്ന കൺസെപ്റ്റ് ഉണ്ട്. ബോഡിയുടെ അകത്ത് വേണം നമുക്ക് HTML കണ്ടൻറ്റ് പറയാൻ വേണ്ടി. ബോഡിയും HTMLൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, CSS അങ്ങനത്തെ കാര്യങ്ങളാണ് പറയാം. ഇതൊരു സ്ട്രക്ചറാണ് HTML പേജിൻ്റെ. അന്ന് ഓർത്ത് വെക്കുക, HTML എന്നൊരു ടാഗിൻ്റെ അകത്ത് HTML കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആ ബോഡിയുടെ അകത്താണ് കറക്റ്റ് HTML കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഈ ഹലോ വേൾഡ് ബോഡിയുടെ അകത്തായിരിക്കും വരിക. അപ്പോൾ ഞാൻ സേവ് ചെയ്തു വന്നു. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക. എക്സാമ്പിൾ എടുത്തിട്ട് ട്രൈ യുവർ സെൽഫ്. ഇത് WC സ്കൂൾസാണ്. കണ്ടോ, HTML എന്നൊരു ടാഗ് ഉണ്ടാവും, ഒരു ബോഡി ടാഗ് ഉണ്ടാവും. ആ ബോഡി ടാഗിൽ H1 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ മുകളിലുണ്ട്, ഇതും വേണമെങ്കിൽ കൊടുക്കാം. ഇത് പല പല സ്ട്രക്ചേഴ്സും ഉണ്ട്. ഇതൊരു എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML എന്ന് അറിയിക്കാൻ വേണ്ടി. അത് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൽ നമുക്ക് ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും പല പല കോഡ്സും കയറി വരും. UTF-8 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറി വരും. അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ HTML ടാഗിൻ്റെ അകത്ത് ബോഡീൻ്റെ അകത്ത് കോഡ്. അപ്പോൾ ഒരു ബോഡിയുടെ അകത്ത് വേണം കോഡ് എഴുതാൻ വേണ്ടി. നമുക്ക് ബോഡിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതിയാലും വർക്കാവും, അത് വലിയ പ്രശ്നമുള്ള കാര്യം. കാരണം HTML പേജാണ്, വർക്കാവും. പക്ഷേ നമുക്ക് വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറിൽ വൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവർ പറഞ്ഞ റൂളാണ്, ആ റൂൾ അനുസരിച്ച് പോവാം. അപ്പോൾ H1 ടാഗ് പഠിച്ചു. ഇനി ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, test.html. ഇനി വേറൊരു പേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കുന്നത്, Ctrl+Shift+S, പുതിയ ഫയൽ ഉണ്ടാക്കുന്നത് test1.html. ഓക്കെ, രണ്ടാമത്തെ ഫയൽ ഉണ്ടാക്കി. അപ്പോൾ ടെസ്റ്റ് ഉണ്ട്, test1 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പേജ് 2 എന്ന് എഴുതി വെച്ചു. പേജ് 2 എന്ന് എഴുതി. അപ്പോൾ ഈ ടെസ്റ്റ് പേജിൽ നിന്ന് എനിക്ക് പേജ് 2ലേക്ക് പോകണം. എങ്ങനെ? ഒരു വഴി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് മാറ്റിയിട്ട് test1 അല്ല, പേജ് 2 test1 കൊടുത്ത പേജ് ഇങ്ങനെ പോവാം, ടൈപ്പ് ചെയ്ത് പോവാം. അതല്ലാണ്ട് പോകുന്നൊരു വ്യത്യാസം ഇതാണ് ആങ്കർ ടാഗ്, ടാഗ്. അതായത് ആങ്കർ ടാഗ് ടാഗാണ് പറഞ്ഞത്. അപ്പോൾ ടാഗിൽ റെഫറൻസ് ഏതാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന അങ്ങോട്ട് പോകും. ഇത് ക്ലിക്ക് ടു പേജ് 1. ഈ hrefൽ ആരാണോ പേജ് പറയുന്നത് ആ പേജിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഓർത്ത് വെക്കുക. ആങ്കർ ടാഗ്, നേരത്തെ പറഞ്ഞ ആങ്കർ ടാഗ് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു.
പിന്നെ ആ മറ്റൊരു പേജിലേക്ക് പോകണമെങ്കിൽ ആ മറ്റൊരു പേജിനെ പറയണം. ആരാണ് ആ മറ്റേ പേജ്? ആ പേജ് href എന്നൊരു ആട്രിബ്യൂട്ടിലാണ് പറയേണ്ടത്. href ഒരു ആട്രിബ്യൂട്ടാണ്, അത് ടാഗിൻ്റെ അകത്താണ് വരുന്നത്. ആ href ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് test1.html. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കണ്ടോ, ക്ലിക്ക് ടു പേജ് 1. ഈ ക്ലിക്ക് ടു പേജ് 1 ഇതൊരു ടെക്സ്റ്റാണ്, നമുക്ക് എന്ത് വേണം കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലേബൽ പോലെ എന്ത് വേണം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, പേജ് 2 പോയി. ഇനി പേജ് 2 ബാക്കോട്ട് വരണം. അപ്പോൾ ഞാൻ ഇതങ്ങ് കോപ്പി ചെയ്തു, Ctrl+V, Ctrl+C, Ctrl+V, ടെസ്റ്റിലോട്ട് ബാക്ക് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ കൊടുക്കാം. കണ്ടോ, ഫ്രണ്ടിലോട്ട് വന്ന് ബാക്കിലോട്ട് വന്നു, ഫ്രണ്ടിലോട്ട് വന്ന് ബാക്കിലോട്ട് വന്നു. അപ്പം ഒരു HTML പേജിൽ നിന്ന് മറ്റൊരു HTML പേജിലോട്ട് പോകുന്നത് ആങ്കർ ടാഗ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, ആങ്കർ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് HTMLൻ്റെ കുറച്ച് ബേസിക്സ് കോഡ്സ് ആണ്, അത് ടാഗ്സ് ആണ്. ഇനി നമുക്കിതിൽ ഹലോ വേൾഡിൻ്റെ കളർ ഒന്ന് മാറ്റണം. എങ്ങനെ മാറ്റാം? ഇപ്പോൾ test.html ഹലോ വേൾഡിൻ്റെ കളർ ഒന്ന് മാറ്റണം. h1 ടാഗിൻ്റെ അകത്ത് ആട്രിബ്യൂട്ടായിട്ട് സ്റ്റൈൽ എന്ന് പറയാം. സ്റ്റൈൽ എന്ന് പറയും ആട്രിബ്യൂട്ട് ഉണ്ട്. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിന് ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കളർ നമുക്കൊരു ബ്ലൂ ആണ് കൊടുക്കാം. കണ്ടോ, ബ്ലൂ കളർ വന്നു. ഇതല്ല നമുക്കിങ്ങനെ ടെക്സ്റ്റായിട്ട് വേണ്ട, ഹാഷ് വെച്ചിട്ടും നമുക്ക് പറയാൻ പറ്റും. #000 ബ്ലാക്ക് കളറാണ്, അത് വേണമെങ്കിൽ മാറ്റാം, നമുക്ക് റെഡാക്കാം. #B422. ഇത് നോട്ട് പാഡിൽ കിട്ടില്ല, നമുക്ക് ഈ ഫീച്ചർ ഈ വിഷ്വൽ സ്റ്റുഡിയോയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കുറച്ചും കൂടി എളുപ്പമെന്ന് പറയുന്നത്. കണ്ടോ, റെഡ് കളറായി. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഈ സ്റ്റൈൽ വെക്കാം. ഈ ആങ്കർ ടാഗിന് സ്റ്റൈൽ കളറ് ഒരു ഈ കളർ കൊടുക്കാം. കണ്ടോ, അപ്പോൾ കളർ ചേഞ്ച് ചെയ്ത് മനസ്സിലായി. അതേപോലെ h1 ഒരു ഇത്ര സൈസ് ഉണ്ട്. അതേപോലെ തന്നെ ക്ലിക്ക് ടു പേജ് 1 എനിക്ക് സൈസ് കൂട്ടണം. അപ്പം ഫോണ്ട് ഇവിടെ കുറേ വന്നിട്ടുണ്ട്. ഫോണ്ട് സൈസ് വേണം സംഭവമുണ്ട്. ഫോണ്ട് ഉണ്ട്, ഫോണ്ട് സൈസ് ഓപ്ഷനിൽ ഫോണ്ട് വെയിറ്റ് അതിൻ്റെ ഇത് കൂട്ടാണ്, ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഫോണ്ട് സൈസ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 20 പിക്സൽ വൈസ് കൊടുത്തു. എല്ലാം പിക്സലായിട്ടാണല്ലോ. 20 പിക്സൽ കണ്ടോ, കുറച്ച് വലുതായി. 25 കൊടുക്കുകയാണെങ്കിൽ കണ്ട ഇങ്ങനെ 25. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫോണ്ട് സൈസ് ഉണ്ട്, ഫോണ്ട് വെയിറ്റും ഉണ്ട്. ഫോണ്ട് വെയിറ്റ് ബോൾഡ് കൊടുത്തു. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിന് CSS എന്നാണ്, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ഇത് ഇങ്ങനെയും കൊടുക്കാം. അതല്ല, ബോഡിയുടെ അകത്ത് സ്റ്റൈൽ എന്നൊരു രീതിയിലുണ്ട്. /സ്റ്റൈൽ ടാഗ് ഉണ്ട് ബോഡീൻ്റെ മുകളിൽ. അത് HTML ബോഡീൻ്റെ ഇടയിൽ സ്റ്റൈൽ എന്നൊരു ടാഗിൻ്റെ അകത്ത് നമ്മൾ ഒരു സ്റ്റൈൽ പറയും. ആ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ h1 ആട്രിബ്യൂട്ടായിട്ട് ക്ലാസ് കൊടുക്കാം. ക്ലാസ് എന്ന് പറഞ്ഞൊരു പേരാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഈ h1 ഹലോ വേൾഡ് h1 തന്നെ എനിക്കുണ്ട്. h1 ഹലോ വേൾഡ് ഹൗ ആർ യു എന്നൊരു സാധനം കൊടുത്തു. ഇത് ഹലോ വേൾഡും ഇത് ഹൗ ആർ യു ആണ്. അപ്പോൾ ഇതിന് സെയിം കോഡാണ്, സ്റ്റൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് ലോജിക്കാണ്. ആ ലോജിക്ക് നല്ല ലോജിക്കായിരിക്കണം. രണ്ടാമത് കോഡ് ഒപ്റ്റിമൈസ് ചെയ്യണം. അതായത് കോഡ് റീയൂസബിലിറ്റി, കോഡ് ഒപ്റ്റിമൈസ് അങ്ങനെയുണ്ട്. അത് കോഡ് റിപ്പീറ്റ് ആകാൻ പാടില്ല. റിപ്പീറ്റ് ആകാൻ നമുക്കത് ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഈ സ്റ്റൈൽ കളർ B4222 ഈ H1 അല്ല, ഇത് H2 ആണ്. ഇത് H1 വേറൊരു ടാഗ് ഞാൻ കൊടുക്കാം. ഇങ്ങനെ റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് വെച്ചോ. H3 ഇങ്ങനെ റിപ്പീറ്റേഷൻ ഇതുണ്ട്. ഇതിൽ ഈ സ്റ്റൈല് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അല്ലേ? ഈ സ്റ്റൈല് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി സ്റ്റൈൽ എന്നൊരു ടാഗിൻ്റെ അകത്ത് ഇതിനൊരു മൊത്തത്തിലൊരു ക്ലാസ് നെയിം നമ്മൾ പറയാം. ഹെഡ് എന്നൊരു ക്ലാസ് നെയിം പറഞ്ഞു. ഈ ഹെഡ് എല്ലാ ക്ലാസ് നെയിമും കൊടുത്തു. എന്നിട്ട് ഈ ഹെഡിനെ നമുക്ക് സ്റ്റൈലിൽ റെഫറൻസ് ചെയ്യേണ്ടത്, അതിനെ റെഫർ ചെയ്യേണ്ടത് ഡോട്ട് ഹെഡ് വെച്ചാൽ റെഫർ ചെയ്യേണ്ടത്. ഡോട്ട് ഹെഡ് അതിലുള്ള കളറ് ഇത് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഈ സ്റ്റൈൽ ടാഗ് നമുക്ക് മാറ്റാം. ഓക്കെ, റിമൂവ് ചെയ്ത്. അപ്പോൾ ക്ലാസ് നെയിം 3 കോമൺ കൊടുത്തു. എന്നിട്ട് റിഫ്രഷ് ചെയ്ത്. സംഭവം മനസ്സിലായില്ലേ? ആ ഇതിന് കൊടുത്ത കളറ് ഈ 3 വന്നു. ഇൻ കേസ് ഞാനിവിടെ ക്ലാസ് ഹെഡ് എന്നാണ് ഇതിനും ആങ്കർ ടാഗിനും കൊടുക്കുകയാണെന്ന് ചോദിച്ചോ, മാറ്റം വന്നൊക്കെയോ. ഓൾറെഡി കളർ നമ്മളിങ്ങനെ കൊടുത്തു, പക്ഷേ ഇതിന് സ്റ്റൈലിൽ ഒരു കളർ കൊടുത്തുകൊണ്ട് ആ കളർ മാറ്റം വന്നില്ല. എക്സ്ട്രാ ഈ കളർ ഇവിടെ വന്നു. ഹെഡ് സ്റ്റൈല് മാറിയിട്ട് അവിടെ വന്നു. ഇതിൻ്റെ ഈ റെഡ് മാറിയിട്ട് ഈ കളർ അവിടെ വന്നു. ക്ലാസ് നെയിം സെയിം ആയിരിക്കാം, പക്ഷേ ഹെഡ് മാറിയിട്ട് അവിടെ വന്നു. കാരണം അതായത് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത ശേഷമാണ് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, ഇനി ഇത് ക്ലാസ് നെയിം ഒന്ന് കൂടുതൽ നമുക്ക് ഓരോ ടാഗിനെ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഐ ഡിയും കൂടി പറയാം. ഇതിൽ ഐ ഡി എന്നൊരു സംഭവമാണ്. യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഐ ഡി യൂസ് ചെയ്യുന്നത്. ഐ ഡി നെക്സ്റ്റ് എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഐ ഡി നെക്സ്റ്റ് കൊടുത്തതിന് ഐ ഡീനെ സ്റ്റൈൽസിനോട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഹാഷ് വെച്ച് ഉപയോഗിക്കാം. ക്ലാസ് നെയിം ഡോട്ട് വെച്ചിട്ടും ഐ ഡി ഹാഷ് വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഐ ഡി ഹാഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്റ്റൈൽ നമുക്കിവിടെ ഇങ്ങനെ എഴുതാണ്ട് ഇവിടെ എഴുതാം. മനസ്സിലായി? അതായത് ഇനി ഈ ഐ ഡി റിപ്പീറ്റ് ആവില്ല. ഐ ഡി ഒരു ടാഗിന് ഒരു ഐ ഡി ആയിരിക്കും ഉണ്ടാവും. നെക്സ്റ്റ് തന്നെ. അപ്പം നെക്സ്റ്റ് വേറൊരു നെക്സ്റ്റ് ഉണ്ടാവില്ല. കാരണം ഐ ഡി യുണീക്കാണ്. പക്ഷേ ക്ലാസ് നെയിം എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കളർ ആയതുകൊണ്ട് ഇവിടെ നെക്സ്റ്റിന് കളർ മാറിയില്ല. ഇൻ കേസ് ഈ കളറിന് അല്ല, നമുക്ക് വേറെ ഫോണ്ട് സ്റ്റൈല് ഇറ്റാലിക്ക് തന്നെ കൊടുത്തോ. ഓക്കെ, ഇറ്റാലിക്ക് അറിയാമല്ലോ. ഇറ്റാലിക്ക് വന്നു. ഇനി ഇവിടെ ഐ ഡി നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്ലാസ്സും കൊടുത്തു. ഇതിന് ക്ലിക്ക് പേജ് 1 ക്ലാസ്സും കൊടുത്തു. ക്ലാസ് ഹെഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ നെക്സ്റ്റിന് ഈ ഐ ഡി ആങ്കർ ടാഗിന് കളറും പറഞ്ഞു, ഫോൺ സൈസും പറഞ്ഞു, ഫോൺ വെയിറ്റും പറഞ്ഞു. പക്ഷേ ഫോൺ സ്റ്റൈല് പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലാസ് ഹെഡിൻ്റെ അകത്ത് ഹെഡായത് ക്ലാസ് ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോണ്ട് സ്റ്റൈല് ഇറ്റാലിക്കായിട്ട് വരും. കണ്ടോ? ഫോണ്ട് സ്റ്റൈല് ഇറ്റാലിക്കായിട്ട് വന്നു. അതിന് ഓവർ റൈഡ് അത് മാറ്റണമെങ്കിൽ ഇവിടെ ഫോൺ സ്റ്റൈൽ മാറ്റിയാൽ മതി. വേണ്ട എന്നുണ്ടെങ്കിൽ ഫോൺ സ്റ്റൈല് നോർമൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റാലിക്കുള്ളത് ഇറ്റാലിക്ക് അപ്പുറത്തൊരു ഇപ്പുറത്ത് നോർമലായിട്ടുള്ള ഇത് വരും. അപ്പോൾ ഇങ്ങനെ റെഫറൻസ് ചെയ്തിട്ട് നമുക്ക് കളർ പറയാൻ പറ്റും. ഇതൊരു ബേസിക് ക്ലാസ്സാണ്. സിമ്പിളായിട്ട് ഇത് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഹയർ വേർഷനോട്ട് പോകാം. അപ്പോൾ ഐ ഡി ഹാഷ് വെച്ചിട്ടും ക്ലാസ് ഡോട്ട് വെച്ചിട്ടും ആക്സസ് ചെയ്യാം. അപ്പോൾ ഒരു ടാഗിന് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ.
അതായത് ഇപ്പോൾ ഈ ആങ്കർ ടാഗിൻ്റെ ഐ ഡി നെക്സ്റ്റ് ആയിരിക്കും. ഇതേ വേറെ ആങ്കർ ടാഗ് ഉണ്ടെങ്കിൽ ഐ ഡി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം യൂണീക്കായിട്ട് റെഫറൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണീക്കായിട്ട് കീപ്പ് ചെയ്യണം. ക്ലാസ് നെയിം ഒന്ന് കൂടുതൽ ക്ലാസ് നെയിം കൊടുക്കാം. അത് വെച്ച് നമുക്ക് CSS ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഹലോ വേൾഡ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ഹായ് എന്ന് പറഞ്ഞ സംഭവം വരണം. അങ്ങനെ ചെയ്യുന്ന സമയം അങ്ങനെ എന്തായാലും ഓൺ ക്ലിക്ക് ഒരു ഇവൻ്റാണ്. ഇത് നമ്മൾ ആട്രിബ്യൂട്ടായിട്ട് പറഞ്ഞു, ഓരോ ആട്രിബ്യൂട്ട്. ഇത് നമുക്കൊരു ഇവൻ്റായിട്ട് പറയാം. ഇവൻ്റ് പറഞ്ഞാൽ അതൊരു ഓൺ ക്ലിക്ക് ഒരു ഇവൻ്റായിട്ട് കൺസെപ്റ്റോട് പറയാം. അതായത് ഞാൻ അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അലേർട്ട് ഹലോ എന്ന് പറഞ്ഞ സംഭവം വരണം. നോക്കാം ഇത് സംഭവം വർക്ക് ചെയ്യില്ല നോക്കാം. കണ്ടോ, ഹലോ എന്ന സംഭവം വന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ എന്ന് പറഞ്ഞു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നില്ല. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ എന്ന് വന്നു. അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം സ്റ്റൈല്. കാരണം ഞാൻ അവിടെ മൗസ് പോകുന്ന സമയത്ത് ഇവിടെ ക്ലിക്കിംഗ് ആണെന്ന് കാണിക്കുന്നില്ല. ഇത് ജസ്റ്റ് ടൈപ്പിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരുന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. നമ്മൾ കോഡിൽ കൊടുത്തിട്ടുണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വരുന്ന അറിയാം. പക്ഷേ അവിടെ ഒന്നും കൂടി സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കർസർ എന്നുള്ള സംഭവമുണ്ട്. കർസർ പോയിൻ്റർ, കർസർ പോയിൻ്റർ എന്ന് കൊടുക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, ആ ഒരു ഹാൻഡ് സിമ്പിൾ അവിടെ വന്നു. ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ സ്റ്റൈല് നമ്മൾ മാറ്റം വരുത്തി ഒരു കോഡും എഴുതി വെച്ചു. ഈ അലേർട്ട് കോഡ് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഇതേപോലെ അലേർട്ട് ചെയ്ത് കാണിക്കും. അതാണ് അലേർട്ട് കോഡ് കേട്ടോ. അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇത് CSS-ഉം ഇതൊക്കെ CSS-ഉം ഇത് ജാവാസ്ക്രിപ്റ്റാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒന്നും കൂടി നമ്മൾ നേരത്തെ CSS ഇതിൻ്റെ ടാഗിൻ്റെ അകത്ത് എഴുതി അതേപോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റും അതേപോലെ എഴുതാം. എങ്ങനെ? ഇത് ക്ലാസ് നെയിം ഹെഡാണ്. അപ്പം ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ഈ ക്ലിക്ക് ചെയ്യുന്ന ആരാണോ അയാൾക്കൊരു ID കൊടുക്കുക. ID ഹലോ എന്ന് കൊടുത്തു. വാറ് ഒരു വ്യത്യസ്ത വേരിയബിൾ ഞാനിവിടെ ഹലോ എന്ന് തന്നെ കൊടുത്തു. ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കാം ഹലോ. ഇത് ചെറിയ വ്യത്യാസമുണ്ട്. ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞില്ല, കോഡ് നമുക്കധികം പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിക്ക് ഇവൻ്റ് ഇങ്ങനെ ഒരു ഫങ്ഷൻ ആയിട്ട് പറഞ്ഞില്ല. ഓക്കെ, ഫങ്ഷൻ ആയിട്ട് ഫങ്ഷൻ ഹലോ ഒന്ന് എഴുതി, എന്നിട്ട് അലേർട്ട് ഹായ്, ഒരു സെമിക്കോളൻ ലാസ്റ്റ്. ഈ ഹലോ എന്ന ഫങ്ഷൻ ഇവിടെ ഓൺ ക്ലിക്കിൽ കോൾ ചെയ്തു. ഓക്കെ, പിന്നെ ഇത് സ്റ്റൈലല്ല, സ്ക്രിപ്റ്റാണ്. അത് ഞാൻ പറയാൻ മറന്നത്. ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്താണ് എഴുതേണ്ടത്. ജാവാസ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റിൻ്റെ അകത്ത്. നമ്മൾ നേരത്തെ ആ ഈ സംഭവം അങ്ങോട്ടേക്കൊന്ന് മാറ്റി. ഈ ID തൽക്കാലത്തേക്ക് ഞാനൊന്ന് ഒഴിവാക്കുന്നത്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ ഇതൊരു ഫങ്ഷനാണ്. ഫങ്ഷൻ ഹലോ, ഇത് നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. ഇത് ലേബലാണ്, എന്ത് പേര് വേണമെങ്കിൽ ഫങ്ഷൻ എഴുതാം. ആ ഫങ്ഷൻ ഈ പേരും സെയിം ആയിരിക്കണം മാത്രമേ ഉള്ളൂ. ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേരിൽ ഔട്ടായിരിക്കും
വിളിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നത് കണ്ടോ, ഹായ് എന്ന്. ഓക്കെ, ഇതിൽ സിമ്പിളായിട്ട് നമ്മളൊരു കുറച്ച് CSS പഠിച്ചു, ഒരു ചെറിയൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ പഠിച്ചു. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓൺ ക്ലിക്ക് ഒരു ഇവൻ്റാണ്. ഓൺ ക്ലിക്ക് ഉണ്ട്, ഓൺ ബ്ലർ ഉണ്ട്. അതിന് ജസ്റ്റ് ഓൺ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ സാധനം ഓൺ ചേഞ്ച് ഉണ്ട്, ഓൺ ഡബിൾ ക്ലിക്ക് ഉണ്ട്, ഓൺ ഡ്രാഗ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. നമുക്കിപ്പോൾ ഓൺ ക്ലിക്ക് മാത്രം മതി, ഇവൻ്റ്. എന്നിട്ട് ആ ഇവൻ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യും. ഈ ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റ് ആണ്, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യും. എന്നിട്ട് അതിൽ അലേർട്ട് എന്ന് പറഞ്ഞൊരു പ്രോംപ്റ്റ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബോക്സാണ് അലേർട്ട് എന്ന് പറഞ്ഞത്, ഈ ഒരു ബോക്സിനെയാണ് അലേർട്ട് എന്ന് പറഞ്ഞാൽ. ആ പ്രോംപ്റ്റ് ഹായ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് വെച്ചിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.